ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഫിലിമിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഇന്നലെ വാച്ച് ചെയ്ത ദ സ്പിരിറ്റ് എന്നുള്ള ഒരു അതിമനോഹരമായ ഒരു മൂവി. അതിലെ ഒരു ജെസിക്ക വാട്സൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ 16ാമത്തെ വയസ്സിൽ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ബോട്ടിംഗ് ചെയ്ത് തിരിച്ച് അവളുടെ വീട്ടിലെത്തുന്ന ഒരു അതിസുന്ദരമായ ഒരു കഥ. ഈ കഥയിൽ കൂടെ എനിക്ക് തോന്നിയ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എന്ന് വിചാരിച്ചിരിക്കാനും. അതിൽ ഒന്നാമത്തേതായിട്ട് നിങ്ങൾക്ക് ഒരു ഗട്ട് ഫീലിങ്ങുള്ള നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു കാര്യത്തിനായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനൊരു പ്രായം പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് ഏജ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ അതികഠിനമായ ആഗ്രഹവും അതിനെ ചേസ് ചെയ്യാനുള്ള നിങ്ങളുടെ മനോബലവും ഉണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമെന്നാണ്. രണ്ടാമതായി വരാനുള്ളത് നിങ്ങളുടെ ആ ദൃഢനിശ്ചയത്തിനും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് അതിന് ഉദാഹരണമായിട്ട് ആ ഫിലിമിൽ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം കാരണം ആ ബോട്ട് ഒരു 15 അടി താഴേക്ക് എടുക്കുമ്പോഴും അവളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ പേരൻസ് വിളിച്ച് വരീഡാവുന്ന സമയത്തും എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആ ഒരു സിറ്റുവേഷന്, അതായത് ജീവിതത്തിൽ 0 എന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ബോട്ട് ഫ്ലിപ്പ് ചെയ്ത് മേലെ വന്ന് അത് സെയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് അവൾ ഇമ്മീഡിയറ്റായി അവളുടെ പേരൻസിനെ വിളിച്ച് പറയുന്നുണ്ട്, പിങ്ക് സേവ്ഡ് മീ. പിങ്ക് എന്നുള്ള ബോട്ടാണ് അവൾ യാത്ര ചെയ്യുന്ന ബോട്ടിൻ്റെ പേര്. മൂന്നാമത് വരുന്ന ഒരു സംഭവം അവൾ ഈ ലോകത്തിന് നൽകുന്ന മെസ്സേജാണ്. നിങ്ങൾ ഒരു ഡ്രീമിലേക്ക്, നിങ്ങളുടെ മനസ്സിൽ ഒരു ഡ്രീം വെച്ച് ആ ഡ്രീമിലേക്ക് വേണ്ടി അതികഠിനമായി പ്രയത്നിക്കുക. ആ പ്രയത്നത്തിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുക. കാരണം ഈ ലോകം എപ്പോഴും വിജയിച്ചവരുടെ കൂടെയാണ്. തോറ്റവരെ ആരും ആലോചിക്കാറില്ല, അവരുടെ വിഷമങ്ങളെക്കുറിച്ച് ആരും ബോധേടാവാറില്ല. അതുകൊണ്ട് ഒരേ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടുക, പോരാടി വിജയിക്കുക. കാരണം ലോകം എപ്പോഴും വിജയിച്ചവരുടെ കൂടെയാണ്. ഓക്കെ, ഇങ്ങനെ ചെറിയൊരു മെസ്സേജ് തന്നുകൊണ്ട് ഇന്നേക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.